നമസ്തേ. ഒരു ഭീകരൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ചുറ്റും ചോരപ്പുഴകൾ, കത്തിക്കൊണ്ടിരിക്കുന്ന മൃതദേഹങ്ങൾ. പക്ഷേ അയാൾക്ക് ഒരു തുള്ളി ഭയമോ കരുണയോ കുറ്റബോധമോ ഇല്ല. കാരണം അയാൾ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നില്ല. ഒരു മയക്കുമരുന്നിന്റെ ലഹരിയിലാണ്. പാവങ്ങളുടെ കൊക്കെയിൻ എന്ന് വിളിക്കുന്ന കാപ്റ്റഗൺ എന്ന ജിഹാദി ഡ്രഗിന്റെ ലഹരിയിൽ. ഇപ്പോൾ ചിന്തിക്കൂ, ഈ ഡ്രഗും ഈ ഭീകര ശൃംഖലയും ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അടുക്കുകയാണെന്ന വാർത്ത വന്നാൽ ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തങ്ങളുടെ ശൃംഖല ശക്തിപ്പെടുത്തുകയാണ്. അതിന്റെ പ്രത്യാഘാതം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? നാർക്കോ ടെററിസവും ഭീകരവാദവും ചേർന്ന പുതിയ ഭീഷണി ഇന്ത്യയുടെ വാതിൽക്കൽ എത്തിയോ? ഇന്നത്തെ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത്. ഹമാസിന്റെ പുതിയ ലക്ഷ്യം ദക്ഷിണേഷ്യ. ഗാസയിലെ യുദ്ധവും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലുകളും ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആശങ്കാജനകമായ വിവരമാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റൂവൻ അസർ വ്യക്തമാക്കുന്നത് ഹമാസ് ഇപ്പോൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തങ്ങളുടെ സാന്നിധ്യവും പ്രവർത്തനങ്ങളും ശക്തമാക്കുകയാണെന്നാണ്. പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് പ്രവർത്തന ശൃംഖല വികസിപ്പിക്കുക, ഫണ്ടിംഗ് കണ്ടെത്തുക, പുതിയ അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുക, ലോജിസ്റ്റിക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ചില ഇസ്ലാമിക സംഘടനകളുമായും തീവ്രവാദ ഗ്രൂപ്പുകളുമായും ഹമാസ് ബന്ധം ശക്തമാക്കുന്നതായാണ് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും വിദേശ വാർത്തയല്ല, ദേശീയ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പാകിസ്ഥാനിലെ ഹമാസ് ശൃംഖല, പാകിസ്ഥാനിൽ ഹമാസിന്റെ സാന്നിധ്യം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുതുമയുള്ളതൊന്നുമല്ല. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളുമായി ഹമാസ് നേതാക്കൾ ബന്ധം പുലർത്തുന്നതായും രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു. ഹമാസിന്റെ ചില നേതാക്കൾ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി സന്ദർശനങ്ങൾ നടത്തിയതായും പറയപ്പെടുന്നു. ഇതിലും പ്രധാനമാണ് ഫണ്ടിംഗ്. പലസ്തീൻ ജനതയ്ക്കുള്ള സഹായമെന്ന പേരിൽ വിവിധ സംഘടനകൾ വലിയ തോതിൽ ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. ഈ ഫണ്ടിന്റെ ഒരു ഭാഗം ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ഒഴുകുന്നുവെന്ന ആരോപണങ്ങളും ഉയരുന്നു. ഹവാല ഇടപാടുകൾ, ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷനുകൾ, അനൌദ്യോഗിക സാമ്പത്തിക ശൃംഖലകൾ എന്നിവയും ഇതിനായി ഉപയോഗിക്കപ്പെടുന്നുവെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. പഹൽഗാം ആക്രമണവും ഹമാസ് മാതൃകയും. സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് കശ്മീരിലെ പഹൽഗാം ആക്രമണം. ഈ ആക്രമണത്തിൽ ഉപയോഗിച്ച ചില രീതികൾ ഹമാസ് ഇസ്രായേലിൽ ഉപയോഗിച്ച തന്ത്രങ്ങളുമായി സാമ്യമുള്ളതാണെന്നാണ് ചില അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത്. ബോഡി ക്യാമറകൾ ഉപയോഗിച്ച് ആക്രമണം ചിത്രീകരിക്കൽ, സോഷ്യൽ മീഡിയ പ്രചാരണം, സാധാരണക്കാരെ ഭീതിയിലാഴ്ത്തുന്ന മാനസിക യുദ്ധ തന്ത്രങ്ങൾ തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നു. ലക്ഷ്യം ഒരു പ്രദേശം പിടിച്ചെടുക്കുക മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരമായ ഭയം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് സുരക്ഷാ ഏജൻസികൾ ഇത്തരം ആക്രമണങ്ങളെ വെറും പ്രാദേശിക ഭീകര പ്രവർത്തനമായി മാത്രം കാണാതെ അന്താരാഷ്ട്ര ഭീകര ശൃംഖലകളുടെ സ്വാധീനമായി വിലയിരുത്തുന്നത്. ബംഗ്ലാദേശ് എന്തുകൊണ്ട് കൂടുതൽ അപകടകരം? സുരക്ഷാ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാനേക്കാൾ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി ബംഗ്ലാദേശ് വഴിയാണ്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 4000 കിലോമീറ്ററിലധികം നീളമുള്ള അതിർത്തിയുണ്ട്. നദികളും കാടുകളും മലയോര മേഖലകളും ഉൾപ്പെടുന്ന ഈ അതിർത്തി പൂർണ്ണമായും നിയന്ത്രിക്കുക എളുപ്പമല്ല. ബംഗ്ലാദേശിലെ ചില തീവ്രവാദ സംഘടനകളും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഗ്രൂപ്പുകളും ഹമാസിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന ആരോപണങ്ങൾ മുൻപും ഉയർന്നിട്ടുണ്ട്. സർവകലാശാലകളിലും യുവജന സംഘടനകളിലും ആശയപ്രചാരണം നടത്താൻ ഹമാസ് അനുകൂല ശൃംഖലകൾ ശ്രമിക്കുന്നുവെന്ന ആശങ്കയും സുരക്ഷാ ഏജൻസികൾ പങ്കുവയ്ക്കുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ യുവാക്കളെ ഓൺലൈൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ജിഹാദി ഡ്രഗ് കാപ്റ്റഗൺ. ഇനി ഈ കഥയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗത്തിലേക്ക് വരാം. കാപ്റ്റഗൺ, പാവങ്ങളുടെ കൊക്കെയിൻ, ജിഹാദി ഡ്രഗ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഉത്തേജക മരുന്ന് മുമ്പ് ഐസിസ് ഭീകരരും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം കൊല്ലപ്പെട്ടതും പിടിയിലായതുമായ നിരവധി ഭീകരരുടെ കൈവശം നിന്ന് ക്യാപ്റ്റൻ ഗുളികകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഈ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് മണിക്കൂറുകളോ ദിവസങ്ങളോ ഉറക്കമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. വിശപ്പും ക്ഷീണവും കുറയും, വേദനയുടെ അനുഭവം കുറയും, അമിത ആത്മവിശ്വാസവും ആക്രമണ മനോഭാവവും വർദ്ധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ചിലർ കെമിക്കൽ കറേജ് എന്ന് വിളിക്കുന്നത്. സിറിയ, ലബനൻ തുടങ്ങിയ പ്രദേശങ്ങളാണ് കാപ്റ്റഗണിന്റെ പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ. ഈ മയക്കുമരുന്നിന്റെ കടത്തും വിൽപ്പനയും നിരവധി ഭീകര ശൃംഖലകളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. നാർക്കോ ടെററിസത്തിന്റെ ഭീഷണി.
ഇന്ത്യ ഇതിനകം തന്നെ വലിയ തോതിലുള്ള ലഹരി മരുന്ന് കടത്ത് നേരിടുന്ന രാജ്യമാണ്. പഞ്ചാബ് അതിർത്തിയിലൂടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഹെറോയിനും ആയുധങ്ങളും കടത്തുന്ന സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ യാബ ഗുളികകൾ ഉൾപ്പെടെയുള്ള കൃത്രിമ ലഹരി മരുന്നുകളും എത്തുന്നുണ്ട്. ഇതിനിടയിൽ ക്യാപ്റ്റഗൺ പോലുള്ള ജിഹാദി ഡ്രഗുകൾ കൂടി കടന്നു വരികയാണെങ്കിൽ അത് വെറും മയക്കുമരുന്ന് പ്രശ്നമല്ല, ഭീകരവാദവും ലഹരി വ്യാപാരവും കൈകോർക്കുന്ന നാർക്കോ ടെററിസത്തിന്റെ പുതിയ ഘട്ടമായിരിക്കും. അതാണ് സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. ഹമാസ് ഗാസയിൽ എന്തു ചെയ്യുന്നു എന്നത് ഒരു വിദേശ വാർത്ത മാത്രമായി കാണാൻ ഇന്ത്യക്കിനി കഴിയില്ല. പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അവരുടെ വളരുന്ന സ്വാധീനം, ഭീകര ശൃംഖലകൾ, ഫണ്ടിംഗ് നെറ്റ്വർക്കുകൾ, ജിഹാദി ഡ്രഗുകളുടെ വ്യാപനം ഇവയെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഉയരുന്നത് പുതിയ തലമുറയിലെ സുരക്ഷാ വെല്ലുവിളികളാണ്. ഇന്ത്യയുടെ അതിർത്തികളെ മാത്രം ലക്ഷ്യമിടുന്ന യുദ്ധമല്ല ഇത്. യുവാക്കളെ, സമൂഹത്തെ, സമ്പദ് വ്യവസ്ഥയെ, ദേശീയ സുരക്ഷയെ ലക്ഷ്യമിടുന്ന ബഹുമുഖ ആക്രമണമാണ്. അതിനാൽ ഈ ഭീഷണിയെ മനസ്സിലാക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടത് സുരക്ഷാ ഏജൻസികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൗരന്റെയും കടമ കൂടിയാണ്. അതിർത്തി കാക്കുന്നത് സൈന്യം മാത്രമല്ല, സമൂഹത്തിന്റെ ജാഗ്രതയും കൂടിയാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ഒരു ഭീകര സംഘടനയുടെ ഏറ്റവും വലിയ ആയുധം തോക്കല്ല, അത് അതിർത്തികൾ കടന്നു സഞ്ചരിക്കുന്ന ആശയവും പണവും ലഹരിയും ചേർന്ന അദൃശ്യ ശൃംഖലയാണ്. ഗാസയിൽ തുടങ്ങുന്ന തീ ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് പടരാതിരിക്കാൻ രാജ്യം ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ഹമാസ് പോലുള്ള അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ പാകിസ്ഥാനിലൂടെയോ ബംഗ്ലാദേശിലൂടെയോ ദക്ഷിണേഷ്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉയരുമ്പോൾ ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന രാജ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഒരു ദശാബ്ദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ദേശീയ സുരക്ഷാ രംഗത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നവീകരണങ്ങളാണ് നടപ്പാക്കിയത്. അതിർത്തി സുരക്ഷ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സൈബർ നിരീക്ഷണം, ഡ്രോൺ പ്രതിരോധ സംവിധാനം, ഇന്റലിജൻസ് ഏകോപനം തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ത്യ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കരുത്താർജിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിൽ സ്മാർട്ട് ഫെൻസിംഗ്, സെൻസർ അധിഷ്ഠിത നിരീക്ഷണം, ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ശക്തമാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിലും നുഴഞ്ഞുകയറ്റം തടയാൻ പ്രത്യേക സാങ്കേതിക സംവിധാനങ്ങൾ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള സ്ലീപ്പർ സെല്ലുകളെയും റാഡിക്കലൈസേഷൻ ശൃംഖലകളെയും കണ്ടെത്താൻ NIA, IB, RO, NTRO തുടങ്ങിയ ഏജൻസികൾ സംയുക്തമായി പ്രവർത്തിക്കുന്നു. ഭീകരവാദം ഇന്ന് വെറും തോക്കുകളുടെ യുദ്ധമല്ല, അത് പണത്തിന്റെ യുദ്ധമാണ്, ഡിജിറ്റൽ പ്രചാരണത്തിന്റെ യുദ്ധമാണ്, മയക്കുമരുന്നിന്റെ യുദ്ധമാണ്. ഈ പുതിയ വെല്ലുവിളി തിരിച്ചറിഞ്ഞ ഇന്ത്യ നാർക്കോ ടെററിസത്തിനെതിരെയും ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിർത്തികളിലൂടെ എത്തുന്ന ലഹരിമരുന്ന് ശൃംഖലകൾ തകർക്കാൻ കേന്ദ്ര ഏജൻസികളും സുരക്ഷാ സേനയും 24 മണിക്കൂറും ജാഗ്രത പാലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹമാസോ മറ്റേതെങ്കിലും ഭീകര ശൃംഖലയോ ഇന്ത്യയെ ലക്ഷ്യമിടാൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ ആവശ്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും സൈനിക കരുത്തും സാങ്കേതിക ശേഷിയും ഇന്ന് നമ്മുടെ ഭാരതത്തിന് ഉണ്ട്. ഭാരതം സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെ ഉയരുന്ന ഏത് ഭീഷണിയെയും നിർണായകമായി നേരിടാനുള്ള ശക്തിയും ഭാരതത്തിനുണ്ട്. 2014 മുൻപുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭാരതം ഭീഷണി വാതിൽക്കൽ എത്തുന്നതിന് മുൻപേ തിരിച്ചറിയുകയും അതിനെ അതിർത്തിയിൽ തന്നെ തടയുകയും ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്ന ശക്ത രാഷ്ട്രമാണ്. ഭീകരവാദത്തിനും നാർക്കോ ടെററിസത്തിനും എതിരെ 0 സഹിഷ്ണുത എന്ന നിലപാടോടെ സുരക്ഷിതവും ശക്തവുമായ ഇന്ത്യയെ നിർമ്മിക്കാനുള്ള യാത്രയിലാണ് രാജ്യം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.